വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി എം കപ്പിക്കാട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് സണ്ണി കപ്പിക്കാട് വ്യക്തമാക്കി. UDF സാധ്യതാ പട്ടികയിലുണ്ടെന്ന് അനൌദ്യോഗികമായി അറിഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനിച്ചു വളർന്ന സ്ഥലമായതുകൊണ്ട് വൈക്കത്ത് അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്നും നിലപാടുകൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ലെന്നും കോൺഗ്രസ് നിലപാട് മാറ്റിയാണോ മുന്നണി ഉണ്ടാകുന്നതെന്നും സണ്ണി എം കപ്പിക്കാട് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സാധ്യതാ ചർച്ചകളിൽ സണ്ണി എം കപ്പിക്കാടിന്റെ പേരുണ്ട് എന്നാണ് വിവരം. ഇടതുപക്ഷത്തിന്റെ കോട്ടയായ വൈക്കത്ത് കപ്പിക്കാടിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കരുത്തനായുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ UDFന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സണ്ണി എം കപ്പിക്കാടിന്റെ പേര് ചർച്ചകളിൽ ഇടം നേടിയത്. തുടർച്ചയായി ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലത്തിൽ ദളിത് പിന്നോക്ക വോട്ടുകൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF കപ്പിക്കാടിനെ രംഗത്തിറക്കാൻ ആലോചിക്കുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമായ വൈക്കത്തെ വോട്ടർ കൂടിയാണ് സണ്ണി കപ്പിക്കാട്. സണ്ണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആവേശകരമായ പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് ദളിത് സംഘടനാ നേതാക്കൾ പ്രതികരിച്ചത്. 91 ശേഷം UDF ഇതുവരെ വൈക്കം മണ്ഡലത്തിൽ വിജയിച്ചിട്ടില്ല. CK ആശയാണ് വൈക്കത്തെ സിറ്റിംഗ് MLA. തുടർച്ചയായി 2ാം തവണയാണ് CPIയുടെ പ്രതിനിധിയായി CK ആശ വൈക്കത്തു നിന്നും നിയമസഭയിലെത്തുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ CK ആശയ്ക്ക് 61,997 വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ AS അനീഷ് കുമാറിന് 37,413 വോട്ടുകളാണ് നേടാനായത്. 2021 2ാം അംഗത്തിൽ 71,388 വോട്ടുകളാണ് ആശയ്ക്ക് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി PR സോനയ്ക്ക് 42,266 വോട്ട് നേടാനായി. 55.96 ആശയുടെ 2021 വോട്ടിംഗ് ശതമാനം.